തിരുവനന്തപുരത്ത് 1200 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൊട്ടിയം സ്വദേശി പ്രവീണിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കാറിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, പലയിടങ്ങളിൽ നിന്ന് ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുമൊക്കെ പിടിക്കുന്ന വാർത്തകൾ വരികയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ എത്ര പേരെ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ട്? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നത്. കൊട്ടിയം സ്വദേശിയായിട്ടുള്ള പ്രവീൺ, 26 വയസ്സാണ്. ഇയാളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാളാണ് ഈ കാർ ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിസ്സാര തൂക്കമൊന്നുമല്ല ഉണ്ടായിരുന്നത്. 1200 കിലോ ആണ് ഈ പുകയില വസ്തുക്കൾ ഉണ്ടായിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കാറ് വരുന്ന വഴിക്ക് ഡാൻസ് ഓഫ് സംഘം തടഞ്ഞു നിർത്തുകയും അതിനുശേഷം പരിശോധന നടത്തി ഇതിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയുമായിരുന്നു. 26 ചാക്കുകളിലായിട്ടാണ് ഇത്തരത്തിൽ പുകയില വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എത്ര നാളായി ഇത്തരത്തിൽ ഈ പുകയില വസ്തുക്കൾ കൊണ്ടുവരുന്നു, ആർക്കൊക്കെയാണ് വിൽപ്പന നടത്തിയിരുന്നത്, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് സംബന്ധിച്ചൊക്കെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെ കഴക്കൂട്ടം പോലീസിന് ഡാൻസ് ഓഫ് സംഘം കൈമാറിയിട്ടുണ്ട്. ശരി, എന്തായാലും വലിയ അളവിലുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്.